ഗുഡ് മോർണിംഗ് 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 സർ. മോർണിംഗ് 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 sir. മോർണിംഗ് സർ. വിഘ്നേശ്വര ഭഗവാനെ കാത്തിരക്ഷിക്കണേ, ഗണപതി ഭഗവാനെ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. വരൂ. ഏറ്റവും നവീനവും ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളതുമായ ഒരു പുതിയ ഫ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കേയില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൽ 30 കോഴിമുട്ടകൾ ഒരേ സമയം അടുക്കി 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 വെക്കാം. മറ്റൊന്ന്, ഇതിന് ഭാരം കുറവാണ്, എളുപ്പത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ്. മറ്റൊരു ഫ്രിഡ്ജിനും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനുണ്ട്. അതെന്താ? അതായത് ഇതിന് കാറ്റലോഗ് ഉണ്ട്. എന്താ പേര്? വേൽപൂൾ. അതല്ല, നമ്മുടെ പേര് ശശങ്കൻ. വെൽ മിസ്റ്റർ ശശാങ്കൻ, പരിധി വിട്ടുള്ള ടെമ്പറേച്ചർ ഏറിയാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട്. മറ്റ് ഫ്രിഡ്ജുകളെ അപേക്ഷിച്ച് ഈ ഫ്രിഡ്ജിന് കറന്റ് കൺസംഷൻ വളരെ കുറവാണ്. വെരി ഗുഡ്. അപ്പൊ പിന്നെ 7 years ഗ്യാരണ്ടി ഉണ്ട്. ഇതൊക്കെ കസ്റ്റമേഴ്സിനോട് നിന്റെ മരിച്ചുപോയ തന്റെ കോലം എന്ന് പറയൂടാ. യെസ്, ബാലു ഹിയർ. വേണ്ട മിസ്റ്റർ മൂർത്തി, മൂവ്മെന്റ് ഇല്ലാത്ത പ്രോഡക്ട്സ് വെറുതെ ഡിസ്പ്ലേക്ക് വെച്ച് സ്ഥലം മെനക്കെടുത്തണ്ട. സോറി, ഇനി 1 കോടി പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡീലിന് ഞാനില്ല. ഓക്കെ, ആ ശശാങ്കനോട് വരാൻ പറയൂ. അതെ, ഈ ചെക്ക് ഇപ്പൊ തന്നെ അയക്കണം സർ. പിന്നെ സണ്ണിയോട് സ്റ്റോക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയണം. എടാ, ഇന്നലെ തത്തെ പഠിപ്പിക്കുന്ന പോലെ ഇതെല്ലാം പഠിപ്പിച്ചിട്ട് എന്താടാ ഇത്? അത് നീ വന്ന് ഇങ്ങനെ പെട്ടെന്ന് വെച്ചപ്പോ ആകെ കൺഫ്യൂഷനായി. ഓ, അപ്പൊ സാധനം വാങ്ങാൻ വരുന്ന ഒരു തലേ ദിവസം സാറിനെ വിളിച്ച് പറയണം നമുക്കൊന്ന് ഒരുങ്ങാൻ. ദേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ? ടിക്കറ്റ്. ആ, ടിക്കറ്റ് ഞാൻ എടുക്കും. എന്റെ അമ്മയാണ്, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കേയില്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ വേറൊന്നും സംഭവിക്കില്ല. നാട്ടിലെ ഹസനിക്കയുടെ മോൻ പൊട്ടൻ സുലൈമാനെ ഞാൻ ഇങ്ങ് വരുത്തും. അവനാവുമ്പോ നിന്നേക്കാൾ ബുദ്ധിയും സാമർത്ഥ്യവും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ട്. മുഖത്ത് നോക്കാൻ. ഞാനിന്ന് നാട്ടിലേക്ക് പോവാ. 2 ദിവസം കൊണ്ട് ഈ സ്ഥാപനം അടച്ചു പൂട്ടി എന്റെ ചാവി എന്നെ ഏൽപ്പിക്കുമോ? ഇല്ല, ഞാൻ കയ്യിൽ വെച്ചോളാം. പോടാ. ഇപ്പൊ ഇങ്ങെത്തും, നോക്കിയിരുന്നു. ഹലോ, അതെ, അവശകലാകാരന്മാർക്ക് പെൻഷൻ പഠിച്ചു കൊടുക്കണ ഓഫീസല്ലേ? അതെ, ഞാൻ കഥകളി ആചാര്യൻ ചന്ദനന്തളിയിൽ ശ്രീ കുഞ്ഞുട്ടൻ നായര്. അതെ, എന്നെ ഭീമൻ പ്രസിദ്ധായിരുന്നു, കണ്ടുണ്ടാവും. ഓ, അതെ, പെൻഷൻ അപേക്ഷിക്കുമ്പോ പ്രായം 51, ഇപ്പോഴേ 60. ഹലോ, അതെ, എന്റെ കുട്ടമ്മാവ, അതൊന്ന് താഴെ വെക്കാമോ? അതെ, കുറെ നേരത്തെ ബലപരീക്ഷണത്തിന് ശേഷമായി ഈ നമ്പർ ഒന്ന് കിട്ടിയത്. എന്നെ മോളെ കെട്ടി ഒരുക്കി നിർത്തിയിട്ട് ബാലുവേട്ടന്റെ അഡ്രസ് ഇല്ല. ഇനി എവിടെന്നെങ്കിലും വിളിച്ചാൽ തന്നെ ഇവിടെ ഉണ്ടോ കിട്ടുന്നു? കുട്ടമാവ, അതിൽ നിന്നും കുറച്ചു നേരത്തേക്ക് കടിവിട്. അത് പോയി. ഇത്രയ്ക്ക് വാക്കിന് സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനെ എനിക്ക് തന്നെ കൊണ്ട് എത്തിച്ചു തന്നല്ലോ എന്റെ ഈശ്വര. എന്തോ എന്റെ അമ്മേ, അവതാരം മാറിയ അഴിച്ചോ നെറ്റിപ്പട്ടം? എന്തൊക്കെ കാര്യങ്ങൾ ഒതുക്കിയിട്ടാ വരുന്നതെന്ന് അറിയോ മോളെ? ഇത് കല്യാണം കഴിഞ്ഞ കാലം മുതൽ കേൾക്കുന്നതാണല്ലോ. ഞാൻ വരുന്നില്ല, എങ്ങോട്ടും വരുന്നില്ല. ഇതും കല്യാണം കഴിഞ്ഞ കാലം മുതൽ കേൾക്കുന്നതല്ലേ? അല്ലേ ശ്രീതു മോളെ? അതിന് നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അയ്യോ, സോറി കേട്ടോ. അതാ തിരക്കിനിടയില് അന്ന് അറിയിക്കാൻ വിട്ടുപോയതാ. അമ്മച്ചി ഒന്ന് ആ പെട്ടിയൊക്കെ എന്നെടുത്ത് കാറിൽ വെക്കാൻ പറയൂ. ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് ഒരുക്കിയെടുത്തോട്ടെ. അല്ലെങ്കിൽ തന്നെ ആ പൊട്ടി ഈ സാരിക്ക് ചേരില്ല. ഈ സാരി നിനക്ക് ചേരില്ല, നീയോ എനിക്കും ചേരില്ല. ആ, എന്റെയൊക്കെ ഒരു ഗ്ലാമറിന് ഐശ്വര്യ റായുടെ ഐശ്വര്യമുള്ള മുഖം, സുസ്മിദാസന്റെ ഹൈറ്റ്, കജോളിന്റെ തിളക്കമുള്ള കണ്ണുകൾ. അയ്യടാ, അങ്ങോട്ട് ചെന്നാ മതി, അവര് കാത്തിരിക്കല്ലേ പൊണ്ണത്തടിയ.
കാര്യമൊക്കെ പിന്നെ കൊറേ നേരം വണ്ടി ഓടിക്കാനുള്ളതല്ലേ. വാ, പോ. വാ കേരള. എന്റെ ഗുരുവായൂരപ്പാ, ഇപ്പോഴെങ്കിലും ഞാൻ എത്തിയല്ലോ. ഇങ്ങനെയാണോ ഊണിന് വരുന്നത്? ഉച്ച തൊട്ട് അമ്മ കാത്തിരിക്കുക. ഉച്ചകൊണ്ട് എത്താന്ന് പറഞ്ഞാൽ രാത്രി അത്താഴത്തിന് നോക്കിയാൽ മതി. അങ്ങനെയാണല്ലോ ബാലുവിന്റെ പതിവ്. എന്താ സനിക്ക, എവളെയൊക്കെ ഒന്ന് കെട്ടിയൊരുക്കി ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിങ്ങെത്തണ്ടേ? മോളെ 4-5 മാസമായല്ലോ. അച്ഛമ്മയെ മറന്നുപോയോ? അവിടെ കിടന്ന് വാ നിറച്ച് പറയാം അച്ഛമ്മയുടെ വിശേഷങ്ങൾ. ഇപ്പൊ എന്തി യാത്ര ക്ഷീണമായിരിക്കും അല്ലേ മോളെ? ചക്കിക്കുട്ടിയെ, നമുക്ക് തോട്ടിൽ നീന്താൻ പോണ്ടേ? മോള് അത് നേരാ, ചീത്ത മോള്. ആ കുട്ടീനെ ഭ്രാന്ത് പിടിപ്പിക്കും. എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പോഴല്ലേ. ഇന്നാ പിന്നെ അനക്കൊന്ന് വെച്ചോടും മാറി ചെറുതോങ്ങനെ. മിടുക്കി കുട്ടി. കേട്ടോ സനിക്ക, ഈ പിറന്നാൾ ആഘോഷമെങ്കിലും അവിടെ ആക്കാമെന്ന് ആവുന്നത്ര പറഞ്ഞു നോക്കി. കേക്കണ്ടേ? അവിടത്തെ കാര്യം പറഞ്ഞ് ഇവിടെ കിടന്ന് പോരും. എന്നാൽ അവിടെ ചെന്ന് 2 ദിവസം നിൽക്കാൻ പറഞ്ഞാലോ നിന്റെ അമ്മയായിട്ട് കേൾക്കൂല. എനിക്കതിന് പറ്റുമോ സനിക്ക? ഇവന്റെ അച്ഛൻ ജീവിച്ച വീടല്ലേ. ഇവിടെ അങ്ങനെ അടച്ചിട്ടിട്ട് എന്റെ കണ്ണടയോളം ഇവിടെ തന്നെ. സുഭദ്രക്കുട്ടി, ഇനി അക്കാര്യവും പറഞ്ഞ് കണ്ണു നനക്കല്ലേ. ആ ഉമ്മ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വകയും ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല. ഇവിടെ നിങ്ങളുടെ പത്തിരിയും പൊരിച്ച കോഴിയൊക്കെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ചതിക്കല്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ആ അത് മതി. പോയി ചുട്ടത് പൊരിച്ചത് പത്തിരി പല വെറൈറ്റിയും വെച്ച് കാത്തിരിക്കല്ലേ. എന്താണ് ഈ വെള്ളക്കോട് വല്യാക്കല്? അമ്മേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മ. അതാപ്പ നന്നായത്. ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഓന്റെ ഒരു പാട്ട് അതാണ് തിന്നാ നോക്കടാ. മോനെ, എന്താ അവിടെ തന്നെ നിന്നേ? കൈ കഴിയിട്ട് വാ. വല്യമ്മയുടെ കുട്ടി എന്തേ വൈകിയേ? കാണാഞ്ഞപ്പോ വിചാരിച്ചു മാഷ് വിട്ടില്ലെന്ന്. സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. കുട്ടികള് പറഞ്ഞു ഇടവഴിയുടെ അവിടെ അയാള് നിക്കണോന്ന്. ആരാമേ? അവന്റെ അച്ഛൻ നാരായണൻകുട്ടി. കുട്ടിയെ കണ്ടെടുത്ത് വെച്ച് പേടിപ്പിക്കുക. കേറി ചെല്ലുകയും ചെയ്യും മേലേക്കാട്ട്. ഏട്ടന്റെ മേക്കിട്ട് തരാൻ. ചോദിക്കാനും പറയാനും ആരില്ലല്ലോ. ഒക്കെ അവന് തോന്നിയതുപോലെയാ. ബാലു. എന്താ അമ്മേ? മോനെ, മേലേക്കാട്ട കാര്യങ്ങളൊക്കെ അറിയോ നിനക്ക്? കുറെ ആയിട്ട് തീരെ കിടപ്പ അമ്മാവൻ. ഒരു കണക്കിന് വല്ലാതെ ദുരിതപ്പെടുന്നുണ്ട് ഏട്ടനും അമ്മൂനും. എന്നെ കൊണ്ടാവുന്നതൊക്കെ വേണം. അമ്മയുടെ ഏട്ടന് പോണം, നോക്കണം, വേണ്ടതൊക്കെ ചെയ്യണം. ഇനി പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും. ഈശ്വരൻ എത്തിച്ചിട്ട് അതിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടെ. പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളാ മനസ്സ് നിറച്ച്. ഇന്നലെയും പറഞ്ഞു എന്നോട്. നല്ല ആശയുണ്ട് ഏട്ടന്. നിന്നെ ഒന്ന്. വേണ്ടമ്മേ, അതിന് വേണ്ട. ഒരിക്കലും ആ മുറ്റത്ത് അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഒക്കെ എന്നോ കഴിഞ്ഞു. എല്ലാരും എല്ലാം മറക്കുകയും ചെയ്തു. ഇപ്പോഴും ചാര ഊതിക്കളഞ്ഞാൽ നീറിപ്പുകഞ്ഞ് കത്തുന്ന ചിലതൊക്കെ അമ്മയുടെ മോനി നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. പലതും പുറത്തിട്ടുണ്ട്, പക്ഷെ മറന്നിട്ടില്ല.
വന്നാലും ഈ മൂടിക്കെട്ടൽ പതിവാ ബാലുവേട്ടന്. ഒരു നാട്ടിൽ നിന്ന് ഒളിച്ചോടാം, പക്ഷെ അവിടം തന്ന വേദനകളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന് പറ്റുമോ സുമി? എങ്ങനെ മറക്കാന്? മതി മതി, ഞാൻ എപ്പോഴും പറയുന്നതാ എനിക്കിനി അതൊന്നും കേൾക്കണ്ടെന്ന്. ബാലുവേട്ടൻ അതൊക്കെ ഓർത്ത് വിഷമിക്കുമ്പോ അത്രയും നേരം ബാലുവേട്ടൻ എന്റേതല്ലാതാവുന്നു എന്ന് തോന്നുന്നു എനിക്ക്. നേരെ ഇനി അങ്ങോട്ട് ഇരുട്ട് എന്ന് കരുതി വഴിയറിയാതെ നിന്ന കാലത്ത് നിന്നെ കാണിച്ചു തന്നില്ലേ? എന്നിട്ട് ഞാൻ വെറുതെ. ഇപ്പൊ നീയല്ല, ഞാനാ മണ്ടൂസ്. വാ, ഉറങ്ങണ്ടേ നമുക്ക്? ഈ കള്ളത്തരം ഒരു ദിവസം പൊളിയൂട്ടോ. അന്നീ അമ്മച്ചിയുടെ വായന്ന് കേൾക്കേണ്ടി വരും നമ്മള്. ആ തീക്കനൽ എന്നിൽ ചൊരിയുന്നു, എന്തോരു പാപം ഞാൻ ചെയ്തിടുന്നു. എല്ലാവർക്കും കല്യാണം കഴിക്കണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിക്കാല് കാണണം. ആ കുഞ്ഞിന് കണ്ണും കാതും തെളിഞ്ഞു എന്ന് തോന്നിയാൽ അടുത്ത് കിടത്തിയും കൂടാം. ഇതിലും ഭേദം കല്യാണം കഴിക്കാത്തതാണോ നല്ലത്? ചിന്ന ചിന്ന ആശയം ചിറകടിച്ച ആശയം. ആ സോപ്പ്. അതെ, ഓ അകത്തെ ഗാനമേള കഴിയുമ്പോഴേക്ക് സ്കൂൾ ബസ്സിങ് എത്തും. ആ അതെ വരുന്നു. മോളെ ഇങ്ങോട്ട് തിരിഞ്ഞേ. കുട്ടനെ ആ വഴിക്കൊന്നും കാണുന്നേ ഇല്ല. ഞാൻ ആ പെൻഷന്റെ കാര്യമായിട്ട് അനങ്ങാനും തിരിയാനും സമയം കിട്ടണ്ടേ? കൃഷ്ണ ഡ്രൈവ് ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞാലും അച്ഛൻ കാലത്തെ വണ്ടിയും കൊണ്ട് ഇറങ്ങൂല്ലേ? ഡോക്ടർമാർക്ക് എന്താ മോളെ പറഞ്ഞുകൂടാത്തത്? അത് കഴിക്കാൻ പാടില്ല, ഇത് കുടിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ മനുഷ്യനെ ഫ്രെയിം ചെയ്ത് വെക്കലാണ് ജീവനോടെ. മോളെന്തി? കുളിമുറിയില്ല. കോമളം, അച്ഛന് ചായ എടുക്ക. മുത്തശ്ശന്റെ മോള് ക്ലാസ്സിൽ ഇപ്പൊ എത്ര റാങ്കായി? 3ാം റാങ്ക്. എന്നാലും അവളുടെ അമ്മയെക്കാളും ഭേദമാണ് അച്ഛാ. അക്കാര്യം പറയണ്ട മോനെ. ഇവൾ 4ലോ 5ലോ പഠിക്കുന്ന കാലം. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോ ഞാൻ ചോദിച്ചു, നല്ലോണം പഠിച്ചോന്നു. അന്ന് അവൾ പറഞ്ഞതാ, മുഴുവൻ പഠിച്ചാ ഇനി നാളെ മുതൽ പോണോന്നില്ലെന്ന്. പഠിക്കാൻ ഇത്ര ഒരു മടിച്ച്. അതാണ് അച്ഛൻ അമ്മയെ മണ്ടൂസ് എന്ന് വിളിക്കുന്നത്. വാജി അടിക്കാൻ നിൽക്കാതെ വന്നേ, ബസ് അങ്ങ് പോവും. ശരി മോളെ. ഇതിലൊരെണ്ണം അമ്മയ്ക്ക് കൊടുത്തേക്ക്. പോരാട്ടോ. ഹലോ, ഇത് ഞാനല്ല. ഇത് വലിയ ശല്യമായല്ലേ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനല്ല. എടാ പുല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനാന്ന്. ഇത് എവിടെന്ന്? ബാത്റൂമിൽ. ഓഹോ, എപ്പോ അവിടെ എത്തി? എടാ ഞാൻ സുമിത്രയുടെ വീട്ടിൽ നിന്ന്. ഉച്ചയ്ക്ക് നന്നായി കേറ്റി കാണുമല്ലേ? ഞാൻ പച്ചയാടാ. ഇവിടെ ഇപ്പൊ ഭക്ഷണം വിളമ്പും. നല്ല ഫുഡായിരിക്കുമല്ലോ. കേറ്റ് കേറ്റ്. ബാക്കിയുള്ളവൻ ഇവിടെ നല്ലൊരു ഞായറാഴ്ച ആയിട്ട് ഒരു മുട്ട കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുക. നീ എന്നെ ഇവിടുത്തെ ഫോണിലൊന്ന് വിളിക്കേ. ബിസിനസ് സംബന്ധമായിട്ട് ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് എത്തിക്കോളാം. ആഹാ, ആ അസനിക്കട മോൻ പൊട്ടൻ സുലൈമാനില്ലേ നാട്ടില്? ഉവ്. ആ, നീ ഇപ്പൊ അവനെ വിളിക്ക്. എന്നേക്കാൾ ബുദ്ധിയും ആത്മാർത്ഥമായിട്ടുണ്ടല്ലോ ഇല്ലേ?
നീ അവനെ വിളിച്ചിട്ട് നിന്നെ വിളിക്കാൻ പറ കേട്ടോ. ഓ, പ്രതികാരമാണല്ലേ? അതെ, റിവഞ്ച് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അതിന് സ്ഥലകാലമില്ല ശത്രു. എടാ, 2 മിനിറ്റിനകം നിന്റെ ഫോൺ കോൾ ഇവിടെ വന്നില്ലെങ്കിൽ റിവഞ്ച് നേരിട്ടായിരിക്കും. പിന്നെ കുറച്ച് സോഡയും കുറിക്കാൻ എന്തെങ്കിലും.